പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ജിൽസൺ ടോംസ് ബി. ഞാൻ കോട്ടയം ജില്ലയിൽ കരിപ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഞാൻ 2022 ഏപ്രിൽ 12-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. അമ്മ പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക, നിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിദേശത്ത് പോകണം, ജോലി ചെയ്യണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കാര്യം. എനിക്ക് UK പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്താൽ അത് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. 3 മാസം ഞാനത് കൃത്യമായി പ്രാർത്ഥനയിൽ പങ്കെടുത്തു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഓരോരുത്തർക്ക് കൊടുത്തു. അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരെ പോയി സഹായിച്ചു. എൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ ഓരോരുത്തരെ സഹായിക്കാനൊക്കെ തുടങ്ങി. എല്ലാ ദിവസവും പോകുമായിരുന്നു. അതുപോലെ തന്നെ പത്രം കൊടുത്തു. പിന്നെ വേറെ പ്രേക്ഷിത പ്രവർത്തനമുള്ള പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയിലെല്ലാം സജീവമായി പങ്കെടുക്കും. കുർബാന അതെല്ലാം മുടക്കാതെ കൂടും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഉടമ്പടി 3 മാസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ അങ്ങോട്ട് ഉഴപ്പാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉഴപ്പി. പിന്നെ കുടുംബ പ്രാർത്ഥനയൊന്നും അങ്ങനെ സജീവമായി പങ്കെടുക്കത്തില്ല. അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ പ്രോസസ്സിങ് എല്ലാം പയ്യെ തടസ്സം വരാൻ തുടങ്ങി. തടസ്സം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തടസ്സം. ഇപ്പം ഞാൻ കൊടുത്ത ഏജൻസി എനിക്കൊരു 6 മാസം സമയം തന്നായിരുന്നു. 6 മാസം സമയത്തിനുള്ളിലായിരിക്കും എനിക്ക് ഈ കാര്യങ്ങൾ UK പോകാനുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ തന്നെ നിന്നു. 6 മാസം സമയമുണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ എല്ലാ കാര്യം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്ത് ചെയ്താൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവർ പറയും അടുത്ത ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ ഓഫർ ലെറ്ററും എനിക്കുള്ള സ്പോൺസർഷിപ്പ് ലെറ്ററും എല്ലാം വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറയുന്നതല്ലാണ്ട് ഒന്നുമില്ല. അപ്പം പിന്നെ ഭയങ്കര സങ്കടമായി. വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര വിഷമത്തിലായി. പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായി. എനിക്കാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനാണെങ്കിൽ വീട്ടിലൊക്കെ റൂമിൽ ഒറ്റയ്ക്ക് കയറി നിൽക്കുന്നു, ആരോടും മിണ്ടുന്നില്ല, ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തു. പിന്നെ തിരിച്ച് അതുപോലെ തന്നെ ഒന്നേന്ന് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയുടെ കൂടെ. പിന്നെ അമ്മ ഉടമ്പടി എടുത്തു, അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എന്താ പറയുക, പ്രാർത്ഥനകൾ കാര്യങ്ങളിലൊക്കെ പിന്നെ ഞാൻ തിരിച്ച് ആക്റ്റീവായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ പിന്നെ പഴയ ഏജൻസിയിൽ നിന്നുള്ള പൈസയെല്ലാം തിരിച്ച് മേടിച്ചു. എനിക്കിനി ഞാൻ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്, അതെല്ലാം തിരിച്ച് തന്നേക്കാൻ പറഞ്ഞു. പൈസയെല്ലാം തിരിച്ച് മേടിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് ഞാൻ പിന്നെ പോകണ്ട എന്നുള്ള രീതിയിൽ മനസ്സിനെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തി. പിന്നെ കുടുംബത്തിലുള്ള ചേച്ചിമാരും കസിൻസൊക്കെ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കരുത്, നീ പ്രാർത്ഥിക്ക്, നിനക്ക് കിട്ടും എന്നെല്ലാം പറഞ്ഞ് പിന്നെ എനിക്ക് പുതിയൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അങ്ങനെ ഞാൻ ആ പുള്ളിയെ വിളിച്ചു. ആ പുള്ളി എനിക്ക് 2 മാസം സമയം തന്നു. 2 വർഷം ഞാൻ കാത്തിരുന്ന കാര്യമായിരുന്നു UK പോകാൻ. പുള്ളി എനിക്ക് അത് 2 മാസം കൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് റെഡിയാക്കി തന്നു. ഓഫർ ലെറ്ററും എനിക്ക് മെയിൽ വഴി വന്നു. COSും എനിക്ക് മെയിൽ വഴി വന്നു. അങ്ങനെ ഞാൻ പിന്നെ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും ഫേക്ക് COSും കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ വർക്ക് വിസയുടെ കാര്യത്തിൽ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴേക്കും എന്താ പറയുക, ഫേക്ക് COS ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേക്ക് COS ആയിട്ട് നമ്മൾ VFS ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 വർഷത്തെ ബാൻ അടിച്ച് കിട്ടും. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. അമ്മ പറഞ്ഞു, നീ നിൻ്റെ കാശ് രൂപം കൊണ്ട് നീ പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ട് തൈലം കൊണ്ട് കുരിശ് വരച്ച് VFS ഓഫീസിൽ കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോഴേക്കും പിന്നെ ഞാൻ 2-2.5 വർഷം ഞാൻ കാത്തിരുന്ന ഈ കാര്യം എനിക്ക് 3 ദിവസം കൊണ്ട് എൻ്റെ വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. അങ്ങനെ മാതാവ് എന്നെ അത്രത്തോളം എന്നെ അനുഗ്രഹിച്ചു. ഞാനിപ്പോൾ ഈ മാസം 9-ാം തീയതി, അതായത് അടുത്ത ചൊവ്വാഴ്ച UK പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഏറ്റവും നന്ദി അറിയിക്കുന്നു. ഒരുപാട് നന്ദി.